നമസ്കാരം, ദാസേട്ട തൃശ്ശൂർന്ന്. നിങ്ങൾ എന്ത് കളിക്കണേ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഇന്ന് മമ്മൂക്കയുടെയും സുൽഫത്തിക്കയുടെയും 45-ാം വിവാഹ വാർഷികമാണ്. എത്ര പേർക്ക് അറിയാം അല്ലേ? മലയാള സിനിമയുടെ മുത്തായ, മലയാള സിനിമയുടെ മാണിക്യമായ, നമ്മുടെ എല്ലാവരും പ്രിയങ്കരനായ നമ്മുടെ പൊന്നൂസ് മമ്മൂക്കയുടെ വലങ്കൈ, ഇടങ്കൈ എന്ന് പറയുന്ന സുലുത്തയും സുൽഫിത്തയും അതുപോലെ തന്നെ മമ്മൂക്കയും കല്യാണം കഴിഞ്ഞിട്ട് 45 വർഷങ്ങൾ തികയുന്ന ദിവസമാണെന്ന്. ഇന്ന് കേരളം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ അത് ആഘോഷിക്കുകയാണ്. ദുൽഖർ സൽമാൻ മകൻ ആദ്യമായി അവരുടെ വെഡിങ്, അച്ഛൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ വാപ്പയുടെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി വിവരങ്ങൾ നമ്മൾ അറിയിച്ചു. അതിനുശേഷം പിന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് മൊത്തം തരംഗമാണ് രണ്ടുപേരെയും വിവാഹ വാർഷികം. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ പറയാൻ നമ്മളെന്താ കാര്യം, പലരും വിവാഹ വാർഷികമുണ്ട്. പക്ഷേ മമ്മൂക്കയുടെയും സുൽഫത്തിക്കയുടെയും വിവാഹ വാർഷികത്തിൻ്റെ പ്രത്യേകത എന്താണെങ്കിൽ ഭയങ്കര പെർഫെക്റ്റാണ്. ഞാനിപ്പോൾ മമ്മൂക്കയുടെ ആരാധകനായതുകൊണ്ട് പറയുന്നതല്ല, ഒരു നടനായ ഭർത്താവിന്, അല്ലാതെ അവർ കല്യാണം കഴിക്കുമ്പോൾ സുൽഫത്തിക്ക കല്യാണം കഴിക്കുന്ന സമയത്ത് മമ്മൂക്ക ഒരു നടനല്ല. മറ്റുള്ളവരൊക്കെ ലാലേട്ടൻ കല്യാണം കഴിക്കുമ്പോൾ ലാലേട്ടൻ നടനാണ്, സുചിത്രയെ കല്യാണം കഴിക്കുമ്പോൾ നടനാണ്. അങ്ങനെ ഓരോരുത്തരും നടന്മാരെ, സുരേഷ് ഗോപി ആണെങ്കിൽ നടനായിരുന്നു, ജയറാം ആണെങ്കിൽ നടനാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാവരും നടന്മാരാണ്. ദിലീപ് ആണെങ്കിൽ നടനാണ്. അപ്പോൾ ഇവരൊക്കെ നടന്മാർ. പക്ഷെ മമ്മൂക്കനെ കല്യാണം കഴിക്കുന്ന സമയത്ത്, സുൽഫത്തിക്ക കല്യാണം കഴിക്കുന്ന സമയത്ത് മമ്മൂക്ക ഒരു നടനല്ല. മമ്മൂക്ക ഒരു നടൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ അഭിനയിച്ചെന്ന് പറയാം. അങ്ങനെ പറയുന്നത് ഞാനും കുറേ സിനിമയിൽ അഭിനയിച്ചിട്ടാണ്. ഇപ്പോൾ വല്ലവർക്കും അറിയുമോ? നമ്മളതൊക്കെ നിങ്ങളൊന്നും ആരും അറിയില്ല. ലിസ്റ്റാണ്. ഞാൻ കുറേ സിനിമയിലും സീരിയലിലും ടെലിഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാട്ടാണ്. ഫുള്ളായിട്ട് ഇങ്ങനെ ഇറങ്ങാൻ പറ്റിയില്ല എന്ന് മാത്രം. ഇറങ്ങാൻ പോവുക, ഫുള്ളായിട്ട് സിനിമയിലേക്ക് ഇറങ്ങാൻ പോവുക. വിഷമമൊന്നും ഇല്ലായിരിക്കും, സന്തോഷമല്ലേ? ഇനി സിനിമയിലേക്കും സീരിയലിലേക്കും ഫുള്ളായിട്ട് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ പറഞ്ഞു തന്നതല്ല. അപ്പോൾ ജസ്റ്റ് പേരിന് എന്നെ പോലെയൊക്കെ വെറുതെ മുഖം കാണിച്ചിട്ടുണ്ടെന്നു. കാലചക്രം അങ്ങനെയുള്ള സിനിമകളിലൊക്കെ മുഖം കാണിച്ചിട്ട് അനുഭവങ്ങൾ, പാളിച്ചകൾ, അതിനേക്കാളൊക്കെ കൂടുതൽ റോൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. അന്നൊരു അഡ്വക്കേറ്റ് PA മുഹമ്മദ് കുട്ടിയായിരുന്നു. അതായത് സൂപ്പർ സ്റ്റാറോ അല്ലെങ്കിൽ മമ്മൂക്ക, ഇന്നത്തെ മമ്മൂക്കയല്ല. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ മമ്മൂക്കയ്ക്ക് എല്ലാ ഫുൾ സ്വാതന്ത്ര്യം. എന്നാൽ എന്താ പറയുക, എല്ലാവരും പറയാം, മറ്റുള്ള നടന്മാരൊക്കെ പറയുന്ന പോലെ സുൽഫത്തിക്ക എന്ന് പറയുന്നത് ഒരു വലിയൊരു മമ്മൂക്കയുടെ വലിയൊരു ശക്തി തന്നെയാണ്. അവർ വീട്ടിലേക്ക് കയറി ചെല്ലുന്നവർക്ക് ഭക്ഷണം കൊടുക്കാനും അവരെ എന്താ പറയുക ട്രീറ്റ് ചെയ്യാനും ഇതുപോലൊരു സ്ത്രീ ലോകത്തിലില്ല എന്ന് പറഞ്ഞു. അത്രയും എല്ലാവരും, ഒരാൾ പോലും നെഗറ്റീവ് പറഞ്ഞില്ല. അത്രമാത്രം ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ, മമ്മൂക്കയോട് പറഞ്ഞ് മമ്മൂക്കയോട് കൂടെ നിന്ന് എല്ലാ കാര്യം സപ്പോർട്ട് ചെയ്യാൻ, എല്ലാത്തിനും. ഇപ്പോഴും നമ്മൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ജയറാമിൻ്റെ കല്യാണത്തിന് പോയിട്ട് അവർ മമ്മൂക്കയുടെ കൂട്ടുണ്ടെങ്കിൽ മമ്മൂക്കയ്ക്ക് ആദ്യം എന്താ പറയുക ഒരു 10 ആളുടെ ബലമാണ്. നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും, പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ മമ്മൂക്ക അവരെ വിഷ് ചെയ്ത്, മറ്റുള്ളവർ കൃഷ്ണേന്ദ്രൻ വിനീതിനൊക്കെ വിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് മമ്മൂക്ക ഇറങ്ങിച്ചെല്ലുന്ന സമയത്ത് കൈ പിടിച്ച്, മമ്മൂക്കയുടെ കൂടെ കൈ പിടിച്ച് മമ്മൂക്കേനെ ചവിട്ടുപടി ഇറക്കി കൊണ്ടുപോകുന്നത്. ഇത്രയും കാലിബറുള്ള, ഇത്രയും എന്താ പറയുക, ഭർത്താവിന് ഇത്രയും ശുശ്രൂഷിക്കുന്ന, പരിചരിക്കുന്ന ഒരു സ്ത്രീയെയും നിങ്ങൾക്ക് മലയാള സിനിമയിൽ, ഇന്ത്യൻ സിനിമയിൽ കാണാൻ പറ്റില്ല. അതാണ് മമ്മൂക്കയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. അതുപോലെ തന്നെ ദുൽഖർ സൽമാൻ എപ്പോഴും പറയുന്നത്, എൻ്റെ ഉമ്മയെ പോലെ ഇത്രയും സപ്പോർട്ടും അല്ലെങ്കിൽ ഇത്രയും ഇതുള്ള ഒരു വേറൊരു ലേഡി കണ്ടിട്ടില്ല. നമുക്ക് അവരൊന്നും പറയേണ്ട ആവശ്യമില്ല. മമ്മൂക്കയും ദുൽഖറൊന്നും പറയേണ്ട ആവശ്യമില്ല. ദുൽഖറിനേക്കാളും മമ്മൂക്കയുടെ കാര്യങ്ങൾ നമ്മൾ അവരെ വീട്ടിലല്ല താമസിക്കണമെങ്കിലും, നമ്മൾക്ക് ഞാൻ 42-43 കൊല്ലമായി മമ്മൂക്കയുടെ കൂടെ, മമ്മൂക്കയുടെ വീട്ടിലില്ലെങ്കിലും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന. നേരം എടുത്താൽ നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്തായാലും ഒരു ദിവസം പോലും മമ്മൂക്കയില്ലാതെ ഈ 42 വർഷങ്ങൾ എൻ്റെ പോയിട്ടില്ല. 42 വർഷങ്ങൾ മമ്മൂക്കേനെ ആലോചിക്കാത്ത 42 വർഷങ്ങൾ എനിക്കുണ്ടായില്ല. അപ്പോൾ എനിക്ക് മറ്റുള്ളവരെക്കാളും കൂടുതൽ അറിയാൻ സാധിക്കും. എന്തായാലും ഇതൊക്കെ പറഞ്ഞു വരുന്നത് എന്താണെങ്കിൽ അവരുടെ 45-ാം വിവാഹ വാർഷികമാണെന്ന്. അപ്പോൾ ലോകം മുഴുവൻ അത് ആഘോഷിക്കുമ്പോൾ ദാസേട്ടനും എൻ്റെ ചാനലും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും അതിൽ പങ്കാളികളാവും എന്നറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം നടന്നു. നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ, തൃശ്ശൂരിൽ നിന്നും.